നമസ്കാരം. ഇന്നത്തെ പാഠം പരാശ്രയത്വം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇംഗ്ലീഷിൽ അതിന് സിംബയോസിസ് എന്ന് പറയും. വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിൽ അതേക്കുറിച്ച് ചില പ്രത്യേക പരാമർശങ്ങളുണ്ട്. വിശദമായിട്ട് അതിലേക്ക് കടക്കാം. പരാശ്രയത്വം എന്ന് പറയുന്നത് സാധാരണ രണ്ടുപേര് കൂടി ഒരാളെ പോലെ ജീവിക്കുന്നതിനാണ്. അത് തീരെ ഒട്ടും തന്നെ ഫലപ്രദമല്ലാത്ത ഒരു ജീവിത രീതിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സാധാരണയായിട്ട് ഇത് കൂടുതലും കാണുന്നത് ദാമ്പത്യ ബന്ധങ്ങളിലാണ്. നമുക്ക് വിശദമായിട്ട് അതേക്കുറിച്ച് മുമ്പോട്ട് പഠിക്കാം. ഇത് മനസ്സിലാക്കാനായിട്ട് ആദ്യം ദാമ്പത്യ പങ്കാളികളെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നത് മനസ്സിലാക്കണം. നമ്മൾ പുറമേ കണ്ടാൽ, സാമൂഹ്യമായിട്ട് നോക്കിയാൽ ഓരോ സംസ്കാരങ്ങളിലും അത് ഓരോ രീതിയിലാണ് കാണാം. മാതാപിതാക്കന്മാർ തിരഞ്ഞെടുക്കുന്നുണ്ട്, തന്നെത്താൻ തിരഞ്ഞെടുക്കുന്നുണ്ട്, കൂട്ടുകാർ ബന്ധപ്പെടുത്തുന്നുണ്ട്. പല രീതികളിൽ അത് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ വന്നാലും വിനിമയാപഗ്രഥന ശാസ്ത്രം പറയുന്നു അതിനൊരു മാനസികമായ തലമുണ്ടെന്ന്. അതായത് സ്വന്തം കുറവുകളെ മറച്ചു വയ്ക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ നികത്താൻ വേണ്ടിയുമാണ് രണ്ടുപേരും പങ്കാളികളെ അബോധ മനസ്സിൽ തിരയുന്നത് എന്നാണ് വിനിമയാപഗ്രഥന ശാസ്ത്രം പറയുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പഠിക്കുമ്പം മനസ്സിലാകും. നമുക്ക് മുമ്പോട്ട് കിടക്കാം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. നേരത്തെ ഒരു സിദ്ധാന്തം പഠിച്ചിരുന്നു, ഓർക്കുമല്ലോ, നിഷ്ക്രിയതാ സിദ്ധാന്തമെന്ന്. ഫലപ്രദമല്ലാത്ത ജീവിത രീതികളെക്കുറിച്ചും അതിൻ്റെ കാരണത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പരാശ്രയത്വം വികസിക്കുന്നതിൻ്റെ കാരണം. ഇതൊന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നിഷ്ക്രിയത എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുടെ കാര്യകാരണ സഹിതം അന്വേഷിക്കാതെ എനിക്ക് പറ്റില്ല എന്ന് തീരുമാനിക്കുന്ന അതിലൊരു പ്രധാനപ്പെട്ട നിഷ്ക്രിയത്വമാണ്. അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് മനസ്സിൽ നിൽക്കട്ടെ. ഇതെങ്ങനെയാണ് പരാശ്രയത്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മനോവൈകല്യങ്ങൾ എന്നുള്ളൊരു പാഠം പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. നിഷ്ക്രിയത്വവും മനോവൈകല്യവും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനോവൈകല്യങ്ങളിൽ ഒരെണ്ണമാണ് വ്യക്തിഭാവങ്ങൾ ഒഴിവാക്കുന്നത്. അപ്പം വ്യക്തിഭാവങ്ങൾ പലരും പല രീതിയിലാണ് ഒഴിവാക്കുന്നത്. ചിലർ ഒരു വ്യക്തിഭാവം ഒഴിവാക്കും, ചിലർ 2 വ്യക്തിഭാവങ്ങൾ ഒഴിവാക്കി ഒന്നിൽ കൂടുതൽ സമയം നിൽക്കും. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതാണ് പരാശ്രയത്തിൽ അവസാനിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഒന്നുകൂടെ കാണാം. വ്യക്തിഭാവങ്ങൾ ഒഴിവാക്കുന്നതിൽ ഒരു പ്രത്യേക രീതി ഇങ്ങനെയാണ്. ഒരു വ്യക്തിഭാവം ഒഴിവാക്കി മറ്റുള്ള വ്യക്തിഭാവങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ആദ്യം കാണുന്ന ചിത്രത്തിൽ പിതൃഭാവം ഒഴിവാക്കുന്നു, രണ്ടാമത്തതിൽ പക്വഭാവം ഒഴിവാക്കുന്നു, മൂന്നാമത്തതിൽ ശിശുഭാവം ഒഴിവാക്കുന്നു. ഇനി വേറൊന്നെങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇവിടെ കാണുന്നത് 2 വ്യക്തിഭാവങ്ങൾ ഒഴിവാക്കി ഒന്ന് മാത്രം ഉപയോഗിച്ച് ജീവിക്കുന്നവരാണ്. ആദ്യം കാണുന്നതിൽ പിതൃഭാവം മാത്രം ഉപയോഗിക്കുന്നു, രണ്ടാമത് കാണുന്നതിൽ പക്വഭാവം മാത്രം ഉപയോഗിക്കുന്നു, മൂന്നാമത് കാണുന്നവർ ശിശുഭാവം മാത്രം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഒഴിവാക്കലുകളുണ്ട്. ഇവർ തമ്മിൽ എങ്ങനെ ചേർന്ന് വന്നാൽ എങ്ങനെയൊക്കെ വരുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് കണ്ടു നോക്കാം. എനിക്ക് പറ്റില്ല എന്നൊരാൾ പറയുന്നത് ശിശുഭാവം അങ്ങ് ഒഴിവാക്കിയായിരിക്കും. അപ്പോൾ വേറൊരാൾ ശിശുഭാവം മാത്രം ഉപയോഗിച്ച് ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും. അപ്പോൾ ഇവർ ഒരുമിച്ച് വന്നാൽ എങ്ങനെയാണ് ഒരുമിച്ച് വരുമ്പോൾ സംഭവിക്കുന്നതെന്നുള്ളതാണ് ഇവിടെ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, പരാശ്രയത്വം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അവരുടെ കുറച്ച് വ്യക്തിഭാവങ്ങൾ ചേർത്ത് വെച്ച് ഉപയോഗിക്കുകയാണ്. ശിശുഭാവം ഉപയോഗിക്കാത്ത ആൾ മറ്റേ ആളുടെ ശിശുഭാവം കടമെടുക്കും. പിതൃഭാവവും പക്വഭാവവും ഉപയോഗിക്കാത്ത ആൾ അത് ഉപയോഗിക്കുന്ന ആളുടെ ആ ഭാവങ്ങൾ കടമെടുത്ത് രണ്ടുപേരും ഒന്നായ പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ കാണുമ്പോഴും നല്ലതല്ലേന്ന് തോന്നും. കാരണം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ചേർന്ന് ഒന്നാവണം എന്നൊക്കെ തിയറട്ടിക്കലായിട്ട് പറയാറുമുണ്ട്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? രണ്ടുപേരുടെയും 3 ഭാവങ്ങൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നേ ഇല്ല. 3 ഭാവങ്ങളുടെ റിസോഴ്സസ് അല്ലെ കഴിവുകൾ അവർക്ക് ലഭ്യമാകുന്നേ ഇല്ല. അത് കാലം ചെല്ലുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും.
അതെങ്ങനെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് നോക്കാം. ഈ പരാശ്രയത്തിൽ ജീവിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ നല്ലതല്ലേന്ന് തോന്നും. കാരണം ഒരാൾക്ക് മറ്റേ ആളെ തുണയാകുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് നമ്മളത് കാണുമ്പോൾ വിചാരിക്കുന്നത്. എന്നാൽ കുറേ കഴിയുമ്പം ഒരാൾക്ക് മടുക്കും. കാരണം എല്ലാവരുടെയും ഉള്ളിൽ പക്വഭാവവും പിതൃഭാവവും ശിശുഭാവവും എല്ലാം ഉണ്ട്. കുറേ നാൾ ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് മടുക്കുമ്പം മറ്റേ ആളെയാണ് മടുക്കുന്നത്, ആ ജീവിത രീതി മടുക്കും. അന്നേരം അവർക്ക് മറ്റ് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പോഴായിരിക്കും പലപ്പോഴും ഇതേക്കുറിച്ച് അവർ ചിന്തിച്ച് തുടങ്ങുക, മാറ്റം വേണമെന്ന് ചിന്തിച്ച് തുടങ്ങുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. മാറ്റങ്ങൾ ഉണ്ടായാൽ എന്ത് പ്രയോജനമുണ്ടെന്നും നമുക്കിവിടെ കാണാൻ പറ്റും. സാധാരണ ഏതൊക്കെ തരമാണ് പരാശ്രയത്വം കാണുന്നതെന്നുള്ളതാണ് ഇവിടെ ചിത്രത്തിൽ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭർത്താവിൻ്റെ പിതൃഭാവവും പക്വഭാവവും ഭാര്യയുടെ ശിശുഭാവവും മാത്രം ഉപയോഗിക്കുന്ന ജീവിത രീതിയാണ് കൂടുതൽ കാണാറ്. പലപ്പോഴൊക്കെ തിരിച്ചും കാണാറുണ്ട്. അപ്പം എങ്ങനെ അവർ മടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ചുരുക്കം സന്ദർഭങ്ങളിൽ സിംബയോസിസ് ഒരു ആരോഗ്യകരമായ ബന്ധമാണ്. തീർത്തും സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കഴിവില്ലാത്ത ഒരു രോഗിയെ ഒരാൾ പരിചരിക്കുമ്പം ആ രോഗി ശിശുഭാവത്തിലും പരിചരിക്കുന്നയാൾ പിതൃഭാവവും പക്വഭാവവും ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ശിശുക്കൾ വളരുമ്പം മാതാപിതാക്കന്മാരാണ് പിതൃഭാവവും പക്വഭാവവും അവർക്ക് കൊടുക്കുന്നത്. ശിശുഭാവം മാത്രമേ കുഞ്ഞുങ്ങൾക്കുള്ളൂ. പക്ഷെ ഇത് രണ്ടും ഒരു സമയബന്ധിതമായിട്ട് മാറ്റം വരേണ്ട സാഹചര്യങ്ങളാണ്. പരിചരിക്കുന്നവർ ക്രമേണ അവരുടെ എല്ലാ ഭാവങ്ങളും ഉപയോഗിക്കാൻ അവരെ കെൽപ്പുള്ളവരാക്കി അയക്കുക എന്നുള്ളതാണ് ഈ പരിചരണത്തിൽ അവരുടെ ഉദ്ദേശം. ഇതുപോലെ കൗൺസിലിങ്ങിലും അധ്യാപനത്തിലും ഒക്കെ ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടാകാവുന്നതാണ്. അവരെയും മേൽപ്പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികളെ കഴിവുള്ളവരാക്കി അയക്കുക എന്നുള്ളതാണ് അധ്യാപകൻ്റെ ഉത്തരവാദിത്വം. കൗൺസിലിംഗ് ചെയ്യുമ്പം കൗൺസിലിയായിട്ട് വരുന്ന ആൾ ചിലപ്പോൾ ശിശുഭാവം മാത്രം ഉപയോഗിക്കുന്ന ആളായിരിക്കും. പക്ഷെ അവർക്ക് കെൽപ്പുണ്ടാക്കി പക്വഭാവവും പിതൃഭാവവും ഉപയോഗിക്കാൻ കെൽപ്പുണ്ടാക്കുക എന്നുള്ളതാണ് കൗൺസിലറുടെ ധർമ്മം. വരുമ്പോൾ ചിലപ്പം സിംബയോട്ടിക് ആയിരിക്കും ബന്ധം തുടങ്ങുന്നത്, അത് മനസ്സിലിരിക്കണം. പ്രയോജനകരമല്ലാത്ത സിംബയോസിസിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ നമുക്കിവിടെ ആലോചിക്കാം. വിവാഹത്തിലാണിത് കൂടുതൽ കാണുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഒരുപോലെ ജീവിക്കുമ്പോൾ രണ്ടുപേരുടെ എല്ലാ വ്യക്തിഭാവങ്ങളും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ആരുടെയെങ്കിലും പിതൃഭാവത്തിൻ്റെയോ പക്വഭാവത്തിൻ്റെയോ ഒരു കഴിവ് അവിടെ ഉപയോഗിക്കാതെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധത്തിൽ ഒരു നഷ്ടം ഉണ്ടെന്നുള്ളതാണ് ഓർക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ നഷ്ടപ്പെടുന്നത്? ജീവിതത്തിൻ്റെ സമൃദ്ധി. രണ്ടുപേരുടെയും എല്ലാ ഭാവങ്ങളും ഉപയോഗിച്ച് ജീവിക്കുമ്പം ഉണ്ടാകേണ്ട സമൃദ്ധിയുടെ പകുതി മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് മാറ്റം വേണമെന്നും ഇത് ലോങ് ടേമിൽ അല്ലെങ്കിൽ കാലാന്തരത്തിൽ മടുപ്പുളവാക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇതങ്ങനെ അസ്വസ്ഥതകളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടായാൽ സന്തോഷമായിട്ട് ജീവിക്കാം എന്നാണ് കേൾക്കേണ്ടത്. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഓർക്കേണ്ടത്, ഇങ്ങനെ ജീവിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ ഏതെങ്കിലും കാരണവശാൽ പെട്ടെന്ന് മരണപ്പെട്ടാൽ മറ്റേയാൾക്ക് പെട്ടെന്ന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുപോലെ ഒരവസ്ഥയാവും. അപ്പം അതും നമ്മൾ കണക്കാക്കേണ്ടതല്ലേ. എങ്ങനെയാണ് സിംബയോട്ടിക്കായിട്ട് ജീവിക്കുന്ന കപ്പിളിനെ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശിശുഭാവം മാത്രം ഉപയോഗിക്കുന്ന ആളുടെ പക്വഭാവം ഉണർത്താൻ പരിശീലിപ്പിക്കണം. പക്വഭാവം ഉണർന്നു വരുമ്പം ക്രമേണ പിതൃഭാവം ഉപയോഗിക്കാൻ അവർക്ക് കഴിവുണ്ടാകും. ശിശുഭാവം ഉപയോഗിക്കാത്ത ആളുടെ ശിശുഭാവം ഉണർത്താൻ പരിശ്രമിക്കണം. അപ്പോൾ ശിശുഭാവത്തിന് കൂടുതൽ എനർജി ഫീൽ ചെയ്യും, ജീവിതത്തിൽ കൂടുതൽ സന്തോഷം അനുഭവിക്കാനിടയാകും. അപ്പോൾ രണ്ടുപേരുടെ എല്ലാ ഭാവങ്ങളും പരസ്പരം ഉപയോഗിക്കാൻ ശീലിച്ചു കഴിയുമ്പം മൊത്തമായിട്ട് അവർക്ക് ഒരു സമൃദ്ധി അനുഭവപ്പെടും. ഇനിയും ഒരാൾ മാത്രമേ ചികിത്സയ്ക്ക് വരുന്നുള്ളെങ്കിൽ വരുന്നയാളുടെ പക്വഭാവത്തിനെ പ്രത്യേകം ശക്തിപ്പെടുത്തണം. അത് ആ ഒരു പ്രത്യേക രീതിയിൽ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റേ ആളിൽ കൂടെ വ്യത്യാസം ഉണ്ടാകാൻ അവർക്ക് സാധിക്കും. ഒന്ന്, ഇനി അങ്ങനെ സാധിച്ചില്ല, മറ്റേ ആളൊരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ
ഈ വരുന്നയാൾക്ക് ബന്ധത്തെക്കുറിച്ചൊരു തീരുമാനം എടുക്കാൻ, അതായത് ബന്ധവിമോചനത്തിലേക്കോ വിവാഹമോചനത്തിലേക്കോ ഒക്കെ പോകണോ എന്നുള്ളതായിരിക്കും പലപ്പോഴും അവരുടെ പ്രശ്നം. അതിനൊക്കെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിവുണ്ടാകണമെങ്കിലും ഈ പക്വഭാവം ശക്തമായിരിക്കണം. ഇങ്ങനെ സിംബയോട്ടിക്കായിട്ട് ജീവിച്ചിരുന്ന ആളുകൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എന്ത് പ്രയോജനം അവർക്കുണ്ടാവുക? ശിശുഭാവം ഉപയോഗിക്കാതിരുന്നയാൾ ശിശുഭാവം ഉപയോഗിച്ച് തുടങ്ങുമ്പം ജീവിതത്തിനൊരു പുതിയ അർത്ഥവും മാനവും ഒക്കെ അവർക്കുണ്ടാകും. പക്വഭാവം ഉപയോഗിക്കാതിരുന്നയാൾ പക്വഭാവം ഉപയോഗിച്ച് തുടങ്ങുമ്പം കുറച്ചുകൂടെ ഉത്തരവാദിത്വം ജീവിതത്തിൽ എടുക്കാൻ ശീലിക്കും. ക്രമേണ പിതൃഭാവം ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ രണ്ടുപേരും അവരുടെ എല്ലാ ഭാവങ്ങളും ഉപയോഗിക്കുമ്പം ജീവിതത്തിന് മൊത്തത്തിലൊരു സമൃദ്ധി ഉണ്ടാവും. കൂടുതൽ റിസോഴ്സ് ലഭിച്ചതുപോലെയാണ് അവർക്ക്. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളും വളരെ സമൃദ്ധമായിട്ട് ജീവിക്കുന്നവരാകും. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവരെ പരാശ്രയത്തിലല്ല, മറിച്ച് പരസ്പര ആശ്രയത്തിലാണ് ജീവിക്കുന്നത്. പരസ്പര ആശ്രയമാണ് നമ്മൾ ഉന്നം വയ്ക്കേണ്ടത്. അടുത്തതായിട്ടൊരു എക്സസൈസാണ് സിംബയോസിസ് അഥവാ പരാശ്രയത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗുണം, എങ്ങനെയാണ് അത് ചിലപ്പോഴെങ്കിലും ആരോഗ്യകരമായിട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങൾ, എങ്ങനെ ഇതിന് പരിഹാരം കാണാം, പരിഹാരം കണ്ടാൽ എന്തൊക്കെ പ്രയോജനങ്ങളുണ്ടാവും എന്നൊക്കെ ഒന്ന് ആലോചിച്ച് ഉത്തരങ്ങൾ എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പുറകോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും വീഡിയോ കാണാവുന്നതാണ്. താങ്ക് യു. കുറച്ച് ഗഹനമായ പാഠമാണ് ഇന്ന് പഠിച്ചത്. ആവർത്തിച്ച് കേട്ടാൽ അതിൻ്റെ ഗൗരവം കുറച്ച് മയപ്പെടുത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.